നമുക്കിതേ വിഷു ഒക്കെ ഇനി അടുത്തെത്തി. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വിഷുവിന്. അപ്പോൾ വിഷുവിന് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നത് കണി വയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ കണിക്കൊന്ന, അതോടൊപ്പം നമുക്ക് വെള്ളരിക്ക, ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷുവിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ നല്ല പാൽക്കഞ്ഞിയും നല്ല ചക്കപ്പുഴുക്കും ഒരു പപ്പടവും ഇപ്പം തന്നെ കൊതി വരുന്നത് കഴിക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടെ മായങ്കുമടോസിലാണെങ്കിൽ പ്ലാവുകളിലൊക്കെ നിറയെ ചക്കയാണ് കേട്ടോ. പല വെറൈറ്റികളാണ്, 10-21 വെറൈറ്റികളുണ്ട്. നല്ല തേൻ വരിക്കച്ചക്ക, കൂഴച്ചക്ക എല്ലാം ഇങ്ങനെ എല്ലാ പ്ലാവിലും നിറയെ ഉണ്ടായി കിടക്കാണ്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് കാണുന്നത് നമ്മുടെ ചില്ലുകൂടിനകത്തൊരു ചക്ക ഉണ്ടായി കിടപ്പുണ്ട്. അപ്പോൾ അതെനിക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണം തോന്നി. അപ്പോൾ എന്തായാലും ആ ചക്ക നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ചില്ലുകൂട്ടിലെ ചക്ക. കണ്ടോ, ഞങ്ങളുടെ മായങ്കുമടോസിൽ കാണുന്ന ചില്ലുകൂട്ടിലാണ് ഈ ചക്ക കിടക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ മേളിലായിട്ടും ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ചക്ക വിശേഷം? നിങ്ങളുടെ വീട്ടിൽ എന്തായാലും വിഷു ഒക്കെ ആയതുകൊണ്ട് പ്ലാവുള്ള വീടുകളിലൊക്കെ നിറയെ ചക്ക ഉണ്ടാവും. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള വെറൈറ്റികളായിട്ട് അല്ലെ കൗതുകം ജനിക്കുന്നതായിട്ടുള്ള പ്ലാവുകൾ, അതിൽ ചക്കയൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടായി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്കും കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും.